ഡിയർ സ്റ്റുഡൻസ്, അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കണ്ടിന്യൂ ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് ഫ്രം ദ ഫസ്റ്റ് ഇൻവെൻഷൻ ടു മെൻലോ പാർക്ക് എന്ന് പറയുന്ന പ്രോസ് ഇൻ പ്രാക്ടീസ് എന്നുള്ള ടെക്സ്റ്റ് ബുക്കിൻ്റെ സെക്കൻഡ് ചാപ്റ്ററാണ്. അപ്പോൾ ഇത് ബികോം, BA തുടങ്ങിയ അണ്ണാമലയുടെ ഡിഗ്രി ഫസ്റ്റ് ഇയർ ഇംഗ്ലീഷിനകത്ത് വരുന്ന ചാപ്റ്ററാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഈ ചാപ്റ്ററിൻ്റെ ആദ്യത്തെ ഭാഗം കംപ്ലീറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് പാർട്ടിൻ്റെ പേര് എ കപ്പ് ഓഫ് ടീ ആൻഡ് $40,000 എന്നാണ്. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്: ഫ്രീ ടീ ഫോർ എഡിസൺ. ഇതാണ് ഈ ടോപ്പിക്കിൻ്റെ പേര്. അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന പാരഗ്രാഫ് ഇങ്ങനെയാണ് തുടങ്ങുന്നത്: ദ 22-year-old എഡിസൺ ഫൗണ്ട് ഇറ്റ് ഡിഫിക്കൽട്ട് ടു മേക്ക് ബോത്ത് എൻഡ്സ് മീറ്റ്. അപ്പോൾ 22 വയസ്സുള്ള എഡിസന് രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ എഡിസൺ പാടുപെടുന്നുണ്ടായിരുന്നു. എവ്രിബഡി സീംഡ് പ്രീ ഓക്യുപ്പൈഡ് വിത്ത് ഹിസ് ഓൺ ബിസിനസ് ഇൻ ന്യൂയോർക്ക്. അപ്പോൾ എഡിസൺ ന്യൂയോർക്കിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ എല്ലാവരും അവരവരുടെ ജോലികളിൽ മുഴുകിയിരിക്കുകയാണ്. ദ ടോൾ ബിൽഡിങ്സ് ആൻഡ് ദ ഷോപ്സ് ഫുൾ ഓഫ് ഗുഡ്സ് ഡിപ്രസ്ഡ് ഹിം. അപ്പോൾ ചുറ്റും നോക്കിയപ്പോൾ ന്യൂയോർക്ക് നഗരത്തിലെ വലിയ വലിയ പൊക്കമുള്ള കെട്ടിടങ്ങളും സാധനങ്ങളൊക്കെ നിറഞ്ഞിരിക്കുന്ന കടകളും ഒക്കെ കണ്ടു. അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എഡിസൺ ആകെ ഒരു വിഷാദം തോന്നി. ഹി വാസ് ഹംഗ്രി ആൻഡ് അൺസർട്ടൻ ഓഫ് ഹിസ് നെക്സ്റ്റ് മീൽ. അപ്പോൾ എഡിസന് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. അടുത്ത് എന്താണ് കഴിക്കാൻ കിട്ടുക എന്നുള്ളതിനെ പറ്റി എഡിസൺ ഒരു പിടിയും ഇല്ലായിരുന്നു. എഡിസൺ ത്രൂ എ ഹംഗ്രി ലുക്ക് അറ്റ് എ ടീ ടേസ്റ്റർ ഇൻ ഫ്രണ്ട് ഓഫ് ഹിം. അപ്പോൾ അദ്ദേഹം തൻ്റെ മുന്നിൽ കണ്ട ഒരു ടീ ടേസ്റ്റർ, അതായത് ടീ രുചിച്ചു നോക്കുന്ന ഒരാളോട് ഒരു ഹംഗ്രി ലുക്ക്, അതായത് എഡിസൺ നോക്കുന്ന കണ്ടാൽ അറിയാം നല്ല വിശപ്പുണ്ടെന്ന് എഡിസൻ്റെ മുഖം കണ്ടാൽ അറിയാമായിരുന്നു. ആ രീതിയിൽ അദ്ദേഹം നോക്കുന്നുണ്ടായിരുന്നു. ദ ടീ ടേസ്റ്റർ might have observed the hungry face of Edison and offered him a free cup of tea. അപ്പോൾ ഈ ടീ ടേസ്റ്റർ എഡിസൻ്റെ ആ ഒരു വിശപ്പ് തോന്നിക്കുന്ന ആ ഒരു മുഖഭാവം കണ്ടപ്പോൾ അദ്ദേഹം എഡിസന് ഫ്രീ ആയിട്ടൊരു ടീ കൊടുത്തു. അടുത്ത സെൻറ്റൻസ്: ദാറ്റ് വാസ് പ്രിപ്പയർഡ് ഫ്രം ദ ടീ ഓഫ് ഹോങ്കോങ്. അപ്പോൾ ഹോങ്കോങ്ങിൽ നിന്നുള്ള ചായപ്പൊടി കൊണ്ടുണ്ടാക്കിയ ടീ ആയിരുന്നു. അതായത് ഇത്തിരി ക്വാളിറ്റി കൂടിയ ഒരു ടീ ആയിരുന്നു ഫ്രീ ആയിട്ട് കൊടുത്തത്. ദാറ്റ് വാസ് എഡിസൺസ് ഫസ്റ്റ് മീൽ ഇൻ ന്യൂയോർക്ക്. അപ്പോൾ ന്യൂയോർക്കിൽ എത്തിയപ്പോൾ എഡിസൻ്റെ ആദ്യ ഭക്ഷണം എന്ന് പറയുന്നത് ആ ഒരു ടീ ആയിരുന്നു. ഹി സെർച്ച് ഫോർ എ ഫെല്ലോ ടെലിഗ്രാഫിസ്റ്റ് ഇൻ ലണ്ടൻ ആൻഡ് ദ ടെലിഗ്രാഫിസ്റ്റ് കുഡ് ലെൻഡ് ഓൺലി $1 and arrange a place for sleep in the Gold Indicator Company. അപ്പോൾ അദ്ദേഹത്തിന് പരിചയമുള്ള ഒരു ടെലിഗ്രാഫറിനെ അദ്ദേഹം അന്വേഷിക്കുമായിരുന്നു ന്യൂയോർക്കിൽ. അങ്ങനെ ആ ടെലിഗ്രാഫറിനെ കണ്ടെത്തുകയും ആ ടെലിഗ്രാഫറിന് എഡിസന് $1 മാത്രമേ കൊടുക്കാൻ സാധിച്ചുള്ളൂ. പിന്നെ അത് കൂടാഞ്ഞിട്ട് ഗോൾഡ് ഇൻഡിക്കേറ്റർ കമ്പനിയിൽ രാത്രി കിടക്കാനുള്ള സൗകര്യവും ചെയ്തു കൊടുത്തു. അടുത്ത പാരഗ്രാഫിൻ്റെ ഹെഡിങ് ടെലിഗ്രാഫ് സിസ്റ്റം ഓഫ് മിസ്റ്റർ ലോസ് എന്നാണ്. അപ്പം മിസ്റ്റർ ലോസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ ടെലിഗ്രാഫ് സിസ്റ്റത്തിനെ പറ്റിയിട്ടാണ് അടുത്ത ടോപ്പിക്ക്. അതിങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്: ദ ഗോൾഡ് ഇൻഡിക്കേറ്റർ കമ്പനി വാസ് ഫൗണ്ടഡ് ബൈ മിസ്റ്റർ ലോസ്, ഓപ്പറേറ്റഡ് ദ ഗോൾഡ് റിപ്പോർട്ടിംഗ് ടെലിഗ്രാഫ്സ്. അപ്പോൾ മിസ്റ്റർ ലോസ് എന്ന് പറയുന്ന ആൾ നടത്തുന്ന ഒരു കമ്പനിയായിരുന്നു ദ ഗോൾഡ് ഇൻഡിക്കേറ്റർ കമ്പനി. അപ്പോൾ അവിടെ ഗോൾഡ് റിപ്പോർട്ടിംഗ് ടെലിഗ്രാഫ്സ് ആണ് അവിടെ കൊടുത്തിരുന്നത്. അതായത് ഗോൾഡിനെ പറ്റി, ഗോൾഡ് എവിടെയാണ് കണ്ടെത്തിയിരിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു ആ ടെലിഗ്രാഫിക് മെഷീൻ വഴി റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. After the American Civil War, the value of gold and bank notes fell apart. അപ്പോൾ അമേരിക്കൻ സിവിൽ വാറിന് ശേഷം ഗോൾഡിൻ്റെയും പേപ്പർ കറൻസി, അതായത് ബാങ്ക് കറൻസിയുടെയും വില എന്ന് പറയുന്നത് 2 വിലയായി മാറി. അതായത് രണ്ടും തമ്മിൽ യാതൊരു കണക്ഷൻ ഇല്ലാത്തൊരു വില വ്യത്യാസം ആ യുദ്ധത്തിന് ശേഷം ഉണ്ടായി. The value of
paper dollar sank rapidly and the gold dollar rocketed. അതായത് പേപ്പർ ഡോളറിൻ്റെ വില കുറയുകയും ഗോൾഡ് ഡോളറിൻ്റെ വില വളരെ കൂടുകയും ചെയ്തു. ഗോൾഡ് ഡോളർ എന്ന് പറയുന്നത് ഒരു തരം ഗോൾഡ് കോയിനാണ്. അപ്പോൾ അതിൻ്റെ വില, അതായത് ഗോൾഡ് മെറ്റലിൻ്റെ വില വളരെയധികം റോക്കറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കുതിച്ചുയരുകയും ചെയ്തു. അടുത്ത സെൻറ്റൻസ്, ബിസിനസ് മെൻ എക്സ്പ്ലോയിറ്റഡ് ദ സിറ്റുവേഷൻ ആൻഡ് മെയ്ഡ് ലോട്ട് ഓഫ് മണി ഔട്ട് ഓഫ് ഇറ്റ്. അപ്പോൾ ബിസിനസ്സുകാരൊക്കെ ഈ ഒരു സിറ്റുവേഷൻ നന്നായിട്ട് മുതലെടുക്കുകയും അവർ അതുവഴി ധാരാളം പൈസ ഉണ്ടാക്കുകയും ചെയ്തു. എക്സ്പ്ലോയിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മുതലാക്കുക എന്നാണ് അർത്ഥം. What interested Edison was the gold exchange established in Wall Street and the simple telegraph in subscriber's office, and that could be operated from the gold exchange to indicate the rise and fall of the price of gold. അപ്പോൾ എഡിസന്റെ മനസ്സിൽ അപ്പോഴാണ് ഒരു ബുദ്ധി ഉദിച്ചത്. അതായത് ഈ മാറിക്കൊണ്ടിരിക്കുന്ന ഗോൾഡിൻ്റെ വില ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ട് ഒരു മെഷീൻ കണ്ടുപിടിക്കാമെന്ന് എഡിസന് അന്നേരം തോന്നി. അടുത്ത സെൻറ്റൻസ്, എഡിസൺ സ്പെൻഡ് ഹിസ് 3 days in New York still sleeping in the battery room at night and hunting for a job during the day. ആ സമയത്തൊക്കെയും എഡിസൺ തൻ്റെ 3 ദിവസങ്ങൾ അദ്ദേഹം സ്പെൻഡ് ചെയ്തത് ന്യൂയോർക്കിലെ ബാറ്ററി റൂമിലാണ് അദ്ദേഹം രാത്രി കിടന്നുറങ്ങിയത്. പകൽ സമയത്തൊക്കെയും അദ്ദേഹം ഒരു ജോലി തേടി അലയുകയായിരുന്നു. അടുത്ത ഹെഡിങ് എന്ന് പറയുന്നത്, എഡിസൺ എംപ്ലോയിഡ് ഇൻ മിസ്റ്റർ ലോസ് കമ്പനി. എഡിസണ് മിസ്റ്റർ ലോസിൻ്റെ ഗോൾഡ് ഇൻഡിക്കേറ്റർ കമ്പനിയിൽ ജോലി കിട്ടുന്നതാണ് അടുത്ത ടോപ്പിക്. അതിങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. Fortune smiled on Edison when the transmitter of the gold reporting telegraph refused to work. അപ്പോൾ മിസ്റ്റർ ലോസിൻ്റെ കമ്പനിയിലെ ഗോൾഡ് റിപ്പോർട്ടിംഗ് മെഷീൻ്റെ ട്രാൻസ്മിറ്റർ കേടായി. ആ സമയത്താണ് എഡിസന്റെ ഭാഗ്യം തെളിഞ്ഞത്. 300 messenger boys stormed into the building to complain that the tickers were out of order and their bosses suspected some trick. ആ സമയത്ത് ഒരു 300ഓളം മെസ്സഞ്ചർ ബോയ്സ് ഓഫീസിലേക്ക് ഇടിച്ചു കയറുകയും ടിക്കേഴ്സ് വർക്ക് ചെയ്യുന്നില്ല എന്നും അവരുടെ ബോസുകൾ അവരെ എന്തോ മനഃപൂർവ്വം എന്തോ ട്രിക്ക് കാണിച്ചതാണെന്നും പറഞ്ഞ് പ്രശ്നമുണ്ടാക്കുന്നു എന്ന് പറഞ്ഞ് അവിടെ വന്നത്. ടിക്കേഴ്സ് എന്ന് പറയുന്നത് ടിക് ടിക് ശബ്ദത്തിലൂടെ റിപ്പോർട്ട് കൊടുക്കുന്ന മെഷീനാണ്. അടുത്ത സെൻറ്റൻസ്, ദ സൂപ്രണ്ടന്റ് വാസ് റാക്കിംഗ് ഹിസ് ഹെഡ്. ആ സമയത്ത് ആ കമ്പനിയുടെ സൂപ്രണ്ടന്റ് എന്ന് പറയുന്നത് മാനേജർ പൊസിഷൻ പോലെ ഒരു പൊസിഷനാണ്. അപ്പോൾ റാക്കിംഗ് ഹിസ് ഹെഡ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം തല പുകയ്ക്കുകയായിരുന്നു എന്ത് ചെയ്യണമെന്ന് അറിയാതെ. അടുത്ത സെൻറ്റൻസ്, എഡിസൺ ഹു ഹാഡ് ബീൻ സ്റ്റഡിയിങ് ദ ട്രാൻസ്മിറ്റർ ഫോർ ദ ലാസ്റ്റ് 3 days offered himself to mend it. അപ്പോൾ എഡിസൺ കഴിഞ്ഞ 3 ദിവസമായിട്ട് ട്രാൻസ്മിറ്ററിൻ്റെ ടെക്നോളജിയെ പറ്റി പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എഡിസൺ പറഞ്ഞു എനിക്കിത് റിപ്പയർ ചെയ്യാൻ സാധിക്കുമെന്ന് എഡിസൺ പറഞ്ഞു. അത് കഴിഞ്ഞ് എന്താണ് സംഭവിച്ചത്? ഹി മെൻറ്റഡ് ഇറ്റ് വിത്തൗട്ട് മച്ച് ഡിഫിക്കൽറ്റി. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ എഡിസൺ അത് ശരിയാക്കിയെടുത്തു. The superintendent was dismissed for his lack of technical knowledge. അപ്പോൾ ടെക്നിക്കൽ നോളജ് ഇല്ലാത്തതിൻ്റെ കാരണം പറഞ്ഞ് സൂപ്രണ്ടന്റിനെ ഡിസ്മിസ് ചെയ്തു ആ കമ്പനിയിൽ നിന്നും. When Mr. Loss offered Edison a job, his joy knew no bounds. അപ്പോൾ ആ സമയത്ത് മിസ്റ്റർ ലോസ് എഡിസന് ആ കമ്പനിയിൽ ഒരു ജോബ് ഓഫർ ചെയ്തു. അപ്പോൾ എഡിസന്റെ സന്തോഷത്തിന് അതിരുകളില്ലായിരുന്നു. അടുത്ത സെൻറ്റൻസ്, after the formal interview, Edison was offered the salary of $300 a month. അപ്പോൾ ഇൻ്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം എഡിസന് മാസം $300 സാലറി മിസ്റ്റർ ലോസ് ഓഫർ ചെയ്തു. എഡിസൺ വാസ് ഡിലൈറ്റഡ് ആൻഡ് ഈവൻ ഫിയർഡ് ദാറ്റ് ഹി വുഡ് ഗോ ക്രേസി അറ്റ് ദ തോട്ട് ഓഫ് ദ അട്രാക്റ്റീവ് സാലറി. അപ്പോൾ എഡിസന് വളരെയധികം സന്തോഷമുണ്ടായി. ഡിലൈറ്റഡ് എന്ന് പറഞ്ഞാൽ സന്തോഷിക്കുക എന്നാണ് അർത്ഥം. പിന്നെ മാത്രമല്ല ഇത്രയും പണം കിട്ടി തനിക്ക് ഭ്രാന്തായി പോകുമോ എന്ന് പോലും എഡിസന് തോന്നി.
അടുത്ത പാരഗ്രാഫ്, he moved to decent digs and opened a workshop where he experimented after working hours. അപ്പോൾ അദ്ദേഹം ജോലി കിട്ടുന്നതിന് മുമ്പ് ബാറ്ററി റൂമിലൊക്കെ ആയിരുന്നല്ലോ കിടന്ന് ഉറങ്ങിയിരുന്നത്. അപ്പോൾ അദ്ദേഹം ഡീസൻ്റ് ആയിട്ടുള്ള ഒരു താമസ സ്ഥലം അദ്ദേഹം തരപ്പെടുത്തി. മാത്രമല്ല ജോലി സമയത്തിന് ശേഷം തൻ്റെ എക്സ്പെരിമെൻറ്റുകളിൽ മുഴുകാനായിട്ട് ഒരു വർക്ക്ഷോപ്പും അദ്ദേഹം സെറ്റ് ചെയ്തു. He was pondering over how to make the ticker telegraph more efficient, simpler and foolproof. അപ്പോൾ ആ സമയത്ത് അദ്ദേഹം പോണ്ടറിങ് എന്ന വേർഡിൻ്റെ അർത്ഥം ചിന്തിക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ അദ്ദേഹം വളരെയധികം ചിന്തിച്ചു ഈ ടിക്കർ മെഷീനെ എങ്ങനെയൊന്ന് ഇംപ്രൂവ് ചെയ്തെടുക്കാം, അത് മോർ എഫിഷ്യൻറ്റ്, കുറച്ചും കൂടെ എഫിഷ്യൻ്റ് ആയ രീതിയിൽ, സിംപ്ലർ ആയ രീതിയിൽ, ഫുൾ പ്രൂഫ്, അതായത് പഴുതുകളില്ലാത്ത രീതിയിൽ, അതായത് വളരെ എഫിഷ്യൻ്റായി വർക്ക് ചെയ്യുന്ന രീതിയിൽ എങ്ങനെ ഈ മെഷീനെ ഇംപ്രൂവ് ചെയ്തെടുക്കാമെന്ന് എഡിസൺ ചിന്തിച്ചു കൊണ്ടിരുന്നു. He was in the center of money juggling, but he never wanted to join the profiteers. Money juggling എന്ന് പറഞ്ഞാൽ പണം തട്ടിപ്പ് എന്നാണ് അർത്ഥം. അപ്പോൾ ആ സമയത്ത് എഡിസന്റെ ചുറ്റും പണം തട്ടിപ്പിൻ്റെ ധാരാളം ആൾക്കാരുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം ഒരിക്കലും അവരോടൊപ്പം ചേർന്ന് ഒരു അഴിമതിയും ഒന്നും ചെയ്തില്ല. He considered corrupt men as curious and unpleasant animals. അദ്ദേഹം കൺസിഡർ ചെയ്തിരുന്നത് കറപ്റ്റ് മെൻ അല്ലെങ്കിൽ അഴിമതിക്കാരെന്ന് പറയുന്നത് ക്യൂരിയസ് അല്ലെങ്കിൽ വിചിത്രമായ, അൺപ്ലസൻറ്റ് ആനിമൽസ്, വിചിത്രമായ ഭീകര ജീവികളാണ് അഴിമതിക്കാർ എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ആളായിരുന്നു എഡിസൺ. അടുത്ത സെൻറ്റൻസ്, ടു ഹിം മണി വാസ് ഓൺലി എ മീൻസ് ആൻഡ് നോട്ട് ആൻ എൻഡ്. അപ്പോൾ എഡിസന് പണം എന്ന് പറഞ്ഞാൽ ഒരു മീൻസ് ആണ്, അതായത് ഒരു ഉപാധി മാത്രമായിരുന്നു. പണം എല്ലാമാണ് എന്ന് എഡിസൺ ഒരിക്കലും വിശ്വസിച്ചിരുന്നില്ല. ബട്ട് മണി കെയിം ടു ഹിം ഇൻ ലാർജ് ക്വാണ്ടിറ്റീസ് ഇൻ ഹിസ് ലേറ്റർ ലൈഫ്. അതിനുശേഷം പക്ഷേ പണം എഡിസന്റെ ജീവിതത്തിൽ വളരെയധികമായി വന്നു ചേരാൻ തുടങ്ങി. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് എഡിസൺ ആൻഡ് $40,000. എഡിസനും $40,000. When Mr. Laws sold the Gold Indicator Company to the Gold and Stock Telegraph Company, Edison was asked to work out his suggestions for improving the existing ticker systems. അതിനുശേഷം മിസ്റ്റർ ലോസ് തൻ്റെ ഗോൾഡ് ഇൻഡിക്കേറ്റർ കമ്പനിയെ ഗോൾഡ് ആൻഡ് സ്റ്റോക്ക് ടെലിഗ്രാഫ് കമ്പനിക്ക് വിൽക്കുകയാണ് ഉണ്ടായത്. അതിനുശേഷം എഡിസനെ അവിടെ ഈ ടിക്കർ മെഷീൻസിൻ്റെ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യാനായിട്ട് സജഷൻസ്, നിർദ്ദേശങ്ങൾ കൊടുക്കാനായി എഡിസനോട് ആവശ്യപ്പെട്ടു. ജനറൽ റെഫേർഡ്സ് വാസ് ദ പ്രസിഡന്റ് ഓഫ് ദ സ്റ്റോക്ക് ടെലിഗ്രാഫ് കമ്പനി. അപ്പോൾ ഈ രണ്ടാമത്തെ സ്റ്റോക്ക് ടെലിഗ്രാഫ് കമ്പനിയുടെ പ്രസിഡന്റ് ആയിരുന്നു ജനറൽ ലെഫേർഡ്സ്. എഡിസൺ വാസ് റെഡി ടു അക്സെപ്റ്റ് ഈവൻ 3,000 ഫോർ ഹിസ് ഇൻവെൻഷൻ. അപ്പോൾ തൻ്റെ കണ്ടുപിടുത്തത്തിന്, അതായത് ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ഈ ഒരു ടിക്കർ മെഷീൻ്റെ കണ്ടുപിടുത്തത്തിന് $3,000 അക്സെപ്റ്റ് ചെയ്യാൻ എഡിസൺ തയ്യാറായിരുന്നു. General Lefferts asked him, what would you say to $40,000? എന്നാൽ എഡിസനെ ഞെട്ടിപ്പിച്ചുകൊണ്ട് ജനറൽ ലെഫേർട്സ് ചോദിച്ചത് $40,000 ഞാൻ തരാം എന്ത് പറയുന്നു എന്നായിരുന്നു. അപ്പോൾ these words came as near fainting as he ever got. അപ്പോൾ ഇത് കേട്ടപ്പോൾ എഡിസന് തല ചുറ്റുന്നത് പോലെയാണ് തോന്നിയത്. അടുത്ത സെൻറ്റൻസ്, after 3 days he was called to sign the contract and receive a check for $40,000. 3 ദിവസത്തിന് ശേഷം അദ്ദേഹത്തിന് $40,000 ചെക്ക് എൻകാഷ് ചെയ്യാനായി സൈൻ ചെയ്യാൻ വിളിക്കപ്പെട്ടു എഡിസനെ. As Edison handed it to the cashier for encashing, the cashier asked him to sign on the back of the check. അപ്പോൾ എഡിസൺ അവിടെ എത്തി ക്യാഷ്യറിൻ്റെ അടുത്ത് നിന്നും ഈ $40,000 ചെക്ക് എൻകാഷ് ചെയ്യാനായിട്ട് ചെന്നപ്പോൾ എഡിസണോട് ഈ ചെക്കിൻ്റെ ബാക്കിൽ സൈൻ ചെയ്യണമെന്ന് ക്യാഷ്യർ ആവശ്യപ്പെട്ടു.
അടുത്ത സെൻറ്റൻസ്, എഡിസൺ വാസ് ഡെഫ് ആൻഡ് ഡിഡ് നോട്ട് ഹിയർ വാട്ട് ദ കാഷ്യർ സെഡ് ആൻഡ് തോട്ട് the general Lefferts was playing a trick on him. എഡിസൺ കേൾവിശക്തി ഇല്ലാത്ത ആളായിരുന്നു എഡിസൺ. അപ്പോൾ എഡിസൺ കാഷ്യർ പറഞ്ഞത് കേട്ടില്ല. അപ്പോൾ എഡിസൺ വിചാരിച്ചു തന്നെ പറ്റിക്കാൻ വേണ്ടി ജനറൽ ലെഫേർട്സ് എന്തോ പറഞ്ഞ് പറ്റിക്കുകയാണെന്നാണ് എഡിസൺ തെറ്റിദ്ധരിച്ചത്. അതിനുശേഷം he went to General Lefferts office to give him a peace of mind. അപ്പോൾ എഡിസൺ അതിനുശേഷം ജനറൽ ലെഫേർട്സിൻ്റെ ഓഫീസിൽ ചെന്ന് അദ്ദേഹത്തെ കുറ്റപ്പെടുത്തി സംസാരിച്ചു. ഗിവ് എ പീസ് ഓഫ് മൈൻഡ്, PIECE, പീസ് ഓഫ് മൈൻഡ് എന്ന് പറഞ്ഞാൽ ദേഷ്യത്തോട് സംസാരിക്കുക എന്നാണ് അർത്ഥം വരുന്നത്. The general just laughed and informed that the cashier wanted only the sign of Edison. അപ്പോൾ ജനറൽ ലെഫേർട്സ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, താങ്കളുടെ ഒരു സൈൻ മാത്രമാണ് കാഷ്യർ ആവശ്യപ്പെട്ടത് എന്ന് പറഞ്ഞ് അദ്ദേഹം അത് ചിരിച്ചു കളഞ്ഞു. It is true that Edison was only simpleton as far as business affairs were concerned. അപ്പോൾ ബിസിനസ് കാര്യങ്ങളിൽ എഡിസൺ അങ്ങനെ വലിയൊരു കൂർമ്മ ബുദ്ധിയോടെ അല്ലെങ്കിൽ കണ്ണിങ് ആയിട്ടൊന്നും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരാളൊന്നും ആയിരുന്നില്ല. വളരെ സിമ്പിളായിട്ടുള്ളൊരു സാധാരണ മനുഷ്യനായിരുന്നു എഡിസൺ. അടുത്ത പാരഗ്രാഫ്, ആഫ്റ്റർ എൻകാഷിംഗ് he stuffed the dollars in every pocket and sat up all night at home in fear that it might be stolen. അപ്പോൾ എഡിസൺ ആദ്യമായിട്ടാണ് ഇത്രയധികം പണം കയ്യിൽ കിട്ടുന്നത്. അപ്പോൾ അദ്ദേഹം ഈ ഡോളേഴ്സൊക്കെ തൻ്റെ എല്ലാ പോക്കറ്റുകളിലും സ്റ്റഫ് ചെയ്തു, അതായത് കുത്തി നിറച്ചു. എന്നിട്ട് രാത്രി മുഴുവൻ ഉറങ്ങാതിരുന്നു. ആരെങ്കിലും അത് മോഷ്ടിക്കുമെന്ന് പേടിച്ച് രാത്രി മുഴുവൻ അദ്ദേഹം ഉറങ്ങാതിരുന്നു. The next day the general saw the man with dollar notes in his pocket and asked him even heard of a bank account. അപ്പോൾ പിറ്റേന്ന് ജനറൽ ലെഫേർട്സ് എഡിസനെ കാണുമ്പോൾ എഡിസന്റെ പോക്കറ്റിൽ ഈ പണമെല്ലാം കുത്തി നിറച്ച് വെച്ച് ഇരിക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയിട്ടൊന്നും കേട്ടിട്ടില്ലേ എന്ന് ചോദിച്ചു. അടുത്ത സെന്റൻസ്, the man who began his life with a free cup of tea in New York earned $40,000 within a short span of time. അപ്പോൾ ന്യൂയോർക്കിൽ ഒരു ഫ്രീ ആയിട്ട് കിട്ടിയ ഒരു കപ്പ് ചായ കൊണ്ട് ജീവിതം സ്റ്റാർട്ട് ചെയ്ത എഡിസൺ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് $40,000 കയ്യിൽ വരുന്ന ഒരു സ്ഥിതിയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. അടുത്ത ടോപ്പിക്ക്, അടുത്ത പാർട്ടെന്ന് പറയുന്നത്, മൂന്നാമത്തെ പാർട്ടെന്ന് പറയുന്നത് മാരേജ് ആൻഡ് മെൻലോ പാർക്ക് എന്നുള്ളതാണ് അടുത്ത പാർട്ട്. അതിൻ്റെ ഹെഡിങ് ഇങ്ങനെയാണ്, എഡിസൺ ഇംപ്രൂവ്ഡ് അപ്പോൺ മോഴ്സസ് സിസ്റ്റം. അപ്പോൾ എഡിസൺ മോഴ്സസ് സിസ്റ്റം ഇംപ്രൂവ് ചെയ്തു എന്നുള്ളതാണ് അടുത്ത ടോപ്പിക്ക്. അതിങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എഡിസൺ റോട്ട് എ ലെറ്റർ ടു ഹിസ് ഫാദർ. He desired that his father should not work hard and he should get anything that his mother wished. ആ സമയത്ത് എഡിസൺ തൻ്റെ അച്ഛനൊരു കത്തയച്ചു. അപ്പോൾ എഡിസൺ ആ കത്തിൽ ആവശ്യപ്പെട്ടു, ഇനി താങ്കൾ അധികം ഹാർഡ് വർക്ക് ഒന്നും ചെയ്യണ്ട, പിന്നെ അമ്മയ്ക്ക് ആവശ്യമുള്ളതെല്ലാം താങ്കൾ എത്തിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ടൊരു കത്തയച്ചു. മാത്രമല്ല ഹിസ് ഫാദർ കുഡ് ഡ്രോ ഓൺ ഹിം ഫോർ മണി. പൈസയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് ഞാൻ തരും എന്നും എഡിസൺ ആ കത്തിൽ എഴുതി. He had a shop in which 18 men were employed. He would set up another shop in which 150 men could be employed. Edison was called bloated Eastern manufacturer, but he did not. അപ്പോൾ എഡിസന് അന്നേരം ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടെ 18 ആൾക്കാരെ എംപ്ലോയ് ചെയ്തിരുന്നു. അപ്പോൾ അതിനുശേഷം അദ്ദേഹം he would set up another shop with 150 men could be employed. അപ്പോൾ 150 ആൾക്കാരെ എംപ്ലോയ് ചെയ്യിപ്പിച്ചുകൊണ്ട് മറ്റൊരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യാൻ അദ്ദേഹം അതിനുള്ള കാര്യങ്ങൾ ചെയ്തു.
എഡിസൺ വാസ് കോൾഡ് ബ്ലോട്ടഡ് ഈസ്റ്റേൺ മാനുഫാക്ചറർ. ബ്ലോട്ടഡ് ഈസ്റ്റേൺ മാനുഫാക്ചറർ എന്ന് അദ്ദേഹത്തെ ആൾക്കാർ വിളിച്ചു. ബ്ലോട്ടഡ് എന്ന് പറഞ്ഞാൽ ഇത്തിരി തടിച്ച എന്നുള്ള അർത്ഥത്തിലുള്ള വേർഡാണ്. But he did not write to his father how he worked for an average 19 or even 20 hours a day. അപ്പോൾ തൻ്റെ കാര്യങ്ങളെല്ലാം എഡിസൺ ഫാദറിന് കത്തിലെഴുതി. പക്ഷേ എഡിസൺ ഒരു ദിവസം 19 അല്ലെങ്കിൽ 20 മണിക്കൂറുകളോളം കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം അച്ഛനെ അറിയിച്ചില്ല. അടുത്ത സെൻറ്റൻസ്, അടുത്ത പാരഗ്രാഫ്, ന്യൂ ഐഡിയാസ് thronged his mind in a never ending stream. thronged, THRONGED, thronged എന്ന് പറഞ്ഞാൽ നിറയുക എന്നാണ്, വന്ന് കൂടുക എന്നാണ് അർത്ഥം. അപ്പോൾ എഡിസന്റെ മനസ്സിൽ പുതിയ പുതിയ ഐഡിയാസ് ഇങ്ങനെ വന്ന് നിറഞ്ഞുകൊണ്ടിരുന്നു. At a time he was working on not less than 45 inventions simultaneously. അപ്പോൾ ആ സമയത്ത് ഒരുമിച്ച് 45 കണ്ടുപിടുത്തങ്ങൾക്ക് പിന്നാലെയായിരുന്നു എഡിസൺ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അടുത്ത താഴെ കൊടുത്തിരിക്കുന്ന ഹെഡിങ് ആണ് ഇൻ ദ ഇയേഴ്സ് ബിറ്റ്വീൻ, പോയിന്റ് വൈസ് ആണ് കൊടുത്തിരിക്കുന്നത്. പോയിന്റ്, ഇൻ ദ ഇയേഴ്സ് ബിറ്റ്വീൻ 1870 ആൻഡ് 1875 ഹി വാസ് അസോസിയേറ്റഡ് വിത്ത് ടെലിഗ്രാഫി. അപ്പോൾ 1870 മുതൽ 1875 വരെ അദ്ദേഹം ടെലിഗ്രാഫിയിലായിരുന്നു അദ്ദേഹം മുഴുകിയിരുന്നത്. ഇൻ ന്യൂയോർക്ക് ഹി വർക്ക്ഡ് ഔട്ട് ഓൺ എ ന്യൂ സിസ്റ്റം which allowed 4 telegrams over the same wires at the same time. അപ്പോൾ അദ്ദേഹം 4 ടെലിഗ്രാം വരെ ഒരേ വയറിലൂടെ ഒരേ സമയം സെൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ടെലിഗ്രാഫ് അദ്ദേഹം ഉണ്ടാക്കിയെടുക്കുകയും അത് ന്യൂയോർക്കിൽ വെച്ച് അതിൽ അദ്ദേഹം വർക്ക് ചെയ്യുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അടുത്ത പോയിന്റ്, he speeded up the telegrams with automatic transmission and reception. അദ്ദേഹം ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആൻഡ് റിസപ്ഷൻ വഴി ടെലിഗ്രാംസിനെ സ്പീഡപ്പ് ചെയ്യുന്ന ടെക്നോളജി ഡെവലപ്പ് ചെയ്തു. About 3500 words a minute were cabled. അപ്പോൾ ഒരു മിനിറ്റിൽ 3500 വേർഡ്സ് വരെ സെൻഡ് ചെയ്യാൻ അതുകൊണ്ട് സാധിച്ചിരുന്നു. അടുത്ത പോയിന്റ്, ഇൻ കൊലാബറേഷൻ വിത്ത് അതർ ഇൻവെൻറ്റേഴ്സ് he tackled the problem of transmission of ordinary Roman characters by telegraph instead of Morse dots and dashes. അപ്പോൾ അദ്ദേഹം മറ്റ് ചില ഇൻവെൻറ്റേഴ്സിൻ്റെ പങ്കാളിത്തത്തോടു കൂടി റോമൻ ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ റോമൻ അക്ഷരങ്ങൾ എന്നാണ് അർത്ഥം. അപ്പം റോമൻ ക്യാരക്ടേഴ്സിൻ്റെ ട്രാൻസ്മിഷനിൽ കുറച്ച് ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള മെത്തേഡ് അദ്ദേഹം ഡെവലപ്പ് ചെയ്തു. ഇൻസ്റ്റെഡ് ഓഫ് മോഴ്സ് ഡോട്ട്സ് ആൻഡ് ഡാഷസ്, അതുവരെ മോഴ്സ് എന്ന് പറയുന്നത് ടെലിഗ്രാഫിയിൽ ഉപയോഗിക്കുന്ന ഒരു പ്രത്യേകതരം കോഡിംഗ് മെത്തേഡാണ് മോഴ്സ് ഡോട്ട്സ് ആൻഡ് ഡാഷ് എന്ന് പറയുന്നത്. അതിനകത്ത് ഓരോ ലെറ്ററുകളും അല്ലെങ്കിൽ ഓരോ വാക്കുകളും ചില കുത്തുകളും വരകളും കൊണ്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ അതുവഴി റോമൻ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ റോമൻ അക്ഷരങ്ങൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അതിന് പകരമായിട്ട് ഈസിയർ ആയിട്ടൊരു മെത്തേഡാണ് എഡിസൺ ഡെവലപ്പ് ചെയ്ത് എടുത്തത്. മോഴ്സ് സിസ്റ്റം വാസ് എ ടൈം കൺസ്യൂമിങ് മെത്തേഡ്. അപ്പോൾ ഈ മോഴ്സിൻ്റെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ അത് വളരെയധികം സമയം എടുക്കുന്ന ഒരു പ്രക്രിയയായിരുന്നു. എഡിസൺ ഹാഡ് ഇംപ്രൂവ്ഡ് അപ്പോൺ മോഴ്സ് സിസ്റ്റം ആൻഡ് സ്പീഡഡ് അപ്പ് ദ ടെലിഗ്രാഫ്. അപ്പോൾ ഈ മോഴ്സ് സിസ്റ്റം എഡിസന്റെ കൈകളിൽ അത് ഡെവലപ്പ് ആവുകയും ടെലിഗ്രാം അയക്കുന്ന പ്രക്രിയ സ്പീഡപ്പ് ആവുകയും ചെയ്തു. അടുത്ത പാരഗ്രാഫ്, മെനി യങ് മെൻ ടുക്ക് ട്രെയിനിങ് ഇൻ ദ ലബോറട്ടറീസ് ഓഫ് എഡിസൺ. അപ്പോൾ എഡിസന്റെ ലബോറട്ടറീസിൽ ധാരാളം ചെറുപ്പക്കാർ ട്രെയിനിങ്ങിനായി വരുന്നുണ്ടായിരുന്നു. ജോൺ ക്രൂസി, എ സ്വിസ് മെക്കാനിക് വാസ് വൺ ഓഫ് ദം. അപ്പോൾ ഒരു സ്വിസ് മെക്കാനിക് ആയിട്ടുള്ള ജോൺ ക്രൂസി ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളായിരുന്നു. എഡിസൺ would entrust him with any task and
ലേറ്റർ ഓൺ മെയ്ഡ് ഹിം സൂപ്രിൻറ്റൻറ്റ് ഓഫ് ഹിസ് ലബോറട്ടറീസ്. അപ്പോൾ എഡിസന്റെ വളരെ വിശ്വസ്തനായി മാറി ഈ ജോൺ ക്രൂസി. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ലബോറട്ടറികളുടെ സൂപ്രണ്ടൻ്റായി അദ്ദേഹം ജോൺ ക്രൂസിയെ നിയമിച്ചു. ജോൺ എഫ് ഓഡ് was another. John F. Odd described Edison as an ordinary young fellow, dirty as workman. അപ്പോൾ ജോൺ എഫ് ഓഡ് എന്ന് പറയുന്ന ഒരു റൈറ്ററാണ്. അദ്ദേഹം എഡിസനെ പറ്റി പറഞ്ഞത് എന്താണ്? ആൻ ഓർഡിനറി യങ് ഫെല്ലോ, ഒരു സാധാരണ ചെറുപ്പക്കാരനായിരുന്നു എഡിസൺ. ഡേർട്ടി ആസ് വർക്ക്മാൻ, ഒരു സാധാരണ പണിക്കാരനെ പോലെ എപ്പോഴും മുഷിഞ്ഞാണ് എഡിസനെ കണ്ടിരുന്നത്. ആസ് വൺ ഡ്രസ്ഡ് ലൈക്ക് എ ട്രാമ്പ്, ഒരു ട്രാമ്പിനെ പോലെയായിരുന്നു എഡിസൺ വസ്ത്രധാരണം ചെയ്തിരുന്നത്. ട്രാമ്പ് എന്ന് പറഞ്ഞാൽ ഒരു നാടോടി എന്നാണ് അർത്ഥം. ഒരു നാടോടിയെ പോലെയായിരുന്നു എഡിസൺ ലബോറട്ടറിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എഡിസനെ കാണാൻ സാധിക്കുക. ബട്ട് ഹി ഫെൽറ്റ് എ ഗ്രേറ്റ് ഡീൽ ഫോർ എഡിസൺ. എന്നാൽ അങ്ങനെ എഡിസൺ എന്ന് പറഞ്ഞാൽ ഒരു മഹാനായ മനുഷ്യനായിരുന്നു എന്നാണ് ജോൺ എഫ് ഓട്ട് എന്ന എഴുത്തുകാരൻ എഡിസനെ പറ്റി പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത ഹെഡിങ് എന്ന് പറയുന്നത് എഡിസൺ ആൻഡ് മേരി സ്റ്റിൽവെൽ. അപ്പോൾ എഡിസണും മേരി സ്റ്റിൽവെല്ലും. അപ്പോൾ അത് തുടങ്ങുന്നത് ഇങ്ങനെയാണ്. എഡിസൺ കെയിം ഇൻ ടു കോണ്ടാക്ട് വിത്ത് മേരി സ്റ്റിൽവെൽ, എ ഗേൾ whom he met on his way home from the laboratory. അപ്പോൾ അദ്ദേഹം ലബോറട്ടറിയിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് മേരി സ്റ്റിൽവെൽ എന്ന പെൺകുട്ടിയെ പരിചയപ്പെടുന്നത്. എഡിസൺ വാസ് ഇംപ്രസ്ഡ് ബൈ ഹർ വേർഡ്സ് ആൻഡ് പെർമിറ്റഡ് ഹർ ടു ഡു റിസർച്ച് ഇൻ ഹിസ് ലബോറട്ടറി. അപ്പോൾ എഡിസൺ മേരി സ്റ്റിൽവെല്ലുമായിട്ട് കൂട്ടുകൂടുകയും മേരി സ്റ്റിൽവെല്ലിൻ്റെ വാക്കുകളിൽ ആകൃഷ്ടനാവുകയും മേരി സ്റ്റിൽവെല്ലിനെ തൻ്റെ ലബോറട്ടറിയിൽ വർക്ക് ചെയ്യാൻ അനുവദിക്കുകയും ചെയ്തു. മേരി സ്റ്റിൽവെൽ പ്രൂവ്ഡ് ടു ബി ആൻ എഫിഷ്യൻറ്റ് ആൻഡ് ഇഫക്റ്റീവ് അസിസ്റ്റൻറ്റ് ടു എഡിസൺ. അപ്പോൾ മേരി സ്റ്റിൽവെൽ വളരെ എഫിഷ്യൻ്റായ ഒരു അസിസ്റ്റൻറ്റ്, എഡിസൻ്റെ ഒരു അസിസ്റ്റൻ്റായി മാറുകയായിരുന്നു. വൺ ഡേ ഡ്യൂറിങ് ദ എക്സ്പെരിമെൻറ്റ് എഡിസൺ സ്റ്റോപ്ഡ് and looked at Mary and tapped out a telegram in Morse code. ഒരു പ്രാവശ്യം എക്സ്പെരിമെൻ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എഡിസൺ ഒന്ന് നിന്നിട്ട് മോഴ്സ് കോഡിൽ ഒരു മെസ്സേജ് ടൈപ്പ് ചെയ്ത് മേരി സ്റ്റിൽവെല്ലിന് അയച്ചു. ദ മെസ്സേജ് ഇങ്ങനെയായിരുന്നു: തിങ്കിങ് മച്ച് അബൌട്ട് യു ലേറ്റ്ലി, സ്റ്റോപ്പ്, വിൽ യു മാരി മീ, ക്വറി. അപ്പോൾ അതൊരു ക്വറി എന്ന് പറഞ്ഞാൽ ചോദ്യം എന്നാണ് അർത്ഥം. അപ്പോൾ അതൊരു ചോദ്യമായിരുന്നു. അതെന്തായിരുന്നു? ഞാൻ നിന്നെപ്പറ്റി തന്നെ ഓർത്തുകൊണ്ടിരിക്കുകയാണ്, നീ എന്നെ വിവാഹം ചെയ്യുമോ എന്നുള്ളതായിരുന്നു ആ ഒരു മെസ്സേജ്. ബ്ലഷ്ഡ് ആൻഡ് സ്മൈൽ ആൻഡ് ഹെർ റെസ്പോൺസ് വാസ് ദാറ്റ് വുഡ് മേക്ക് മീ വെരി ഹാപ്പി. ബ്ലഷ്ഡ് എന്ന് പറഞ്ഞാൽ മുഖം ചുവക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ മേരിയുടെ മുഖം ചുവക്കുകയും ആൻഡ് ഷീ സ്മൈൽ, എന്നിട്ട് മേരി തിരിച്ചൊരു മെസ്സേജ് അയച്ചു. അതെന്തായിരുന്നു? ദാറ്റ് വുഡ് മേക്ക് മീ വെരി ഹാപ്പി. അങ്ങനെയാണെങ്കിൽ ഞാൻ വളരെ സന്തോഷവതിയാണ് എന്നായിരുന്നു ആ മെസ്സേജ്. അങ്ങനെയാണ് എഡിസണും മേരി സ്റ്റിൽവെല്ലുമായി മാരേജ് നടക്കാനുള്ള ഒരു സാധ്യത ഉരുത്തിരിഞ്ഞു വന്നത്. ദ സഡൻ ഡെത്ത് ഓഫ് എഡിസൺസ് മദർ ഇൻ ഏപ്രിൽ 1871 resulted in the postponement of his marriage. അപ്പോൾ 1871 പെട്ടെന്ന് എഡിസന്റെ അമ്മ മരിക്കുകയുണ്ടായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിവാഹം അതിൻ്റെ പേരിൽ കുറച്ച് നീട്ടിവെക്കേണ്ടതായിട്ട് വന്നു. എഡിസൺ വാസ് ഓൺലി 24 when he married Mary Stilwell in December 1871. അങ്ങനെ 1871 എഡിസൺ മേരി സ്റ്റിൽവെല്ലിനെ മാരി ചെയ്യുമ്പോൾ എഡിസന് 24 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. Like many other scientists, he spent most of his time in the laboratory. അപ്പോൾ മറ്റ് പല ശാസ്ത്രജ്ഞരെയും പോലെ അദ്ദേഹം മുഴുവൻ സമയവും അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻറ്റുകളിൽ മുഴുകിയിരിക്കുകയായിരുന്നു. ടേക്കിംഗ് ഹിസ് മീൽസ് അറ്റ് ദ ഡെസ്ക് ആൻഡ് ഹി സ്ലീപ്പ് ഇൻ എ ചെയർ. അപ്പോൾ ആ ലബോറട്ടറിയുടെ ഒരു ഡെസ്കിലിരുന്ന് തന്നെ ഫുഡ് കഴിക്കുകയും അവിടുത്തെ ഒരു ഡെസ്കിൽ തന്നെ കിടന്ന് ഉറങ്ങുകയും ഒക്കെയായിരുന്നു എഡിസൻ്റെ ഒരു രീതി. മേരി നെവർ ഡിസ്കറേജ്ഡ് ഹിം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരിക്കലും അദ്ദേഹത്തിനെ നിരുത്സാഹപ്പെടുത്തിയിരുന്നില്ല. അദ്ദേഹത്തിന് പൂർണ്ണ പിന്തുണയായിട്ട് മേരി സ്റ്റിൽവെൽ നിലകൊണ്ടു എന്നാണ്
എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു ടോപ്പിക്ക് എൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു എസ്സേയുടെ ബാക്കി ഭാഗത്തിലേക്ക് നമുക്ക് അടുത്ത വീഡിയോയിൽ കടക്കാം. താങ്ക് യു.